മെത്തേഡ് ഓഫ് അഡ്രസ് ആണ് പറയാൻ പോകുന്നത്. അടുത്ത 26ാമത്തെ ക്ലോസ്. പർട്ടിക്കുലേഴ്സ് ഷുഡ് ബി ഫർണിഷ്ഡ്. അതായത് അഡ്രസ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ എക്സാം വൈസിൽ നമ്മൾ ഒന്ന് നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് വിടാവുന്ന കേസേ ഉള്ളൂ. ദ പ്രോംപ്റ്റ് ഡെലിവറി ഓഫ് പോസ്റ്റൽ ആർട്ടിക്കിൾ ഈസ് ഗ്രേറ്റ്ലി ഫെസിലിറ്റേറ്റഡ് ഇഫ് ഇറ്റ് ഈസ് അഡ്രസ്ഡ് ഇൻ ദ കറക്റ്റ് മാനർ. അതായത് നേരെ ചൊവ്വയായിട്ട് അഡ്രസ്സ് എഴുതാമെങ്കിൽ പോസ്റ്റൽ ആർട്ടിക്കിൾ അത് നല്ല രീതിയിൽ അങ്ങ് ഡെലിവർ ആവും. ഡിലേ ടു കറസ്പോണ്ടൻസ് ആൻഡ് മിസ്റ്റേക്സ് ഇൻ ഡെലിവറി ഓഫൻ റിസൾട്ട് ഫ്രം ആൻ ഇൻകറക്റ്റ് ഓർ ഇൻകംപ്ലീറ്റ് പോസ്റ്റൽ അഡ്രസ്സ്. അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റൽ അഡ്രസ്സ് ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ പോസ്റ്റൽ അഡ്രസ്സ് എഴുതുന്നതെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? ഡിലേ ടു കറസ്പോണ്ടൻസ് ആൻഡ് മിസ്റ്റേക്സ് ഇൻ ഡെലിവറിയിൽ മിസ്റ്റേക്കുകളും കത്തിൻ്റെ ട്രാൻസ്മിഷനിൽ ഡിലേയോ സംഭവിക്കാമെന്ന് പറയുന്നു. പിന്നെ അതിനകത്ത് പറയാനുള്ളത് അഡ്രസ് ഷുഡ് ബി കംപ്ലീറ്റ് ആൻഡ് ഡെഫിനിറ്റ് എനഫ് ടു എൻഷ്യൂർ ദ ഈസി കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ആർട്ടിക്കിൾ. അതായത് അഡ്രസ്സ് എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നു, ഡെഫിനിറ്റ് ആൻഡ് കംപ്ലീറ്റ്. അത് പഠിച്ച് വെക്കുന്ന നോട്ടി വെക്കുന്ന കൊള്ളാം, ചിലപ്പോൾ ഡാഷ് ഇട്ട് ചോദിക്കും. കംപ്ലീറ്റ് വരെ പൂർണ്ണമായിരിക്കണം, കൃത്യതയുള്ളതായിരിക്കണം. എനഫ് ടു എൻഷ്യൂർ ദ ഈസി ട്രാൻസ്മിഷൻ ഓഫ് ദ ആർട്ടിക്കിൾ ആൻഡ് ഇറ്റ്സ് ഡെലിവറി അറ്റ് ഡെസ്റ്റിനേഷൻ ടു ദ അഡ്രസ്സി വിത്തൗട്ട് എനി എലിബറേറ്റ് എൻക്വയറി. അതായത് അങ്ങനെ കൃത്യതയാകുന്നതും പൂർണ്ണവുമായിട്ടുള്ള അഡ്രസ്സ് എഴുതി അയക്കുന്നത് വഴി ആ ഡെസ്റ്റിനേഷൻ സ്ഥലത്ത് ഡെലിവറി ചെയ്യാൻ വേണ്ടി അഡ്രസ്സെ തപ്പി കൂടുതൽ നേരം നടക്കേണ്ടി വരത്തില്ല. ആ രീതിയിൽ, അതായത് ഡെസ്റ്റിനേഷൻ സ്ഥലത്ത് അധികം എൻക്വയറി ഒന്നും കൂടാതെ അത് ഡെലിവറി ആക്കത്തക്ക വിധത്തിൽ അഡ്രസ്സ് കംപ്ലീറ്റും ഡെഫിനറ്റും ആയിരിക്കണം. പിന്നെ പറയുന്നത് അഡ്രസ്സ് എങ്ങനെ എഴുതാമെന്നുള്ളത്. അഡ്രസ് ഷുഡ് ബി റിട്ടൺ പാരലൽ ടു ദ ലെങ്ത് ഓഫ് ദ കവർ. ഈ പറയുന്ന പോയിന്റ്സൊക്കെ നമ്മൾ നോട്ട് വെക്കേണ്ടതാണ്. അതായത് ചിലപ്പം ഡാഷ് ഇട്ട് ചോദിക്കാം. അഡ്രസ് ഷുഡ് ബി, അതായത് കവറിൻ്റെ ലെങ്ത്തിന് പാരലായിട്ടാണ് അഡ്രസ്സ് എഴുതേണ്ടത്. ആൻഡ് ഇൻ ദ ലോവർ ഹാഫ്, അതായത് പകുതി, താഴത്തെ പകുതി വരത്തക്ക രീതിയിൽ. ആൻഡ് ടുവാർഡ്സ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഫ്രണ്ട് ഓഫ് ദ ആർട്ടിക്കിളിൻ്റെ ഫ്രണ്ട് സൈഡിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട്. ലീവിങ് എ ക്ലിയർ മാർജിൻ അറ്റ്ലീസ്റ്റ് 3 സെൻറ്റിമീറ്റേഴ്സ് അറ്റ് ദ ടോപ്പ് ഫോർ ദ പോസ്റ്റേജ് സ്റ്റാമ്പ്സ്, ലേബൽസ്, പോസ്റ്റ് മാർക്സ് ആൻഡ് അതർ ഇൻഡിക്കേഷൻസ്. കവറിൻ്റെ ലെങ്തിന് പാരലായിട്ട് ലോവർ ഹാഫിൽ റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് മേളിൽ നിന്ന് ഒരു 3 സെൻറ്റിമീറ്റർ മാർജിൻ ഇട്ടുകൊണ്ട്. എന്തിനാണ് മാർജിൻ ഇടുന്നത്? സ്റ്റാമ്പുകളോ അല്ലെങ്കിൽ ലേബലുകളോ അല്ലെങ്കിൽ പോസ്റ്റ് മാർക്കുകളോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പാരലൽ ടു ദ ലെങ്ത് ഓഫ് ദ കവർ എന്ന് നോട്ട് ചെയ്യുക. മാർജിൻ 3, എന്നാലും ഓർത്ത് വെക്കുക, മാർജിൻ 3 സെൻറ്റിമീറ്റർ ചോദിക്കാൻ സാധ്യത കുറവാണ്. റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഫ്രണ്ട് ഓഫ് ദ ആർട്ടിക്കിൾ. പിന്നെ പോസ്റ്റ് ടൗൺ ഷുഡ് ബി നോട്ടഡ് ഇൻ ബ്ലോക്ക് ലെറ്റർ ആൻഡ് അക്കോർഡിംഗ് ടു ദ അപ്രൂവ്ഡ് സ്പെല്ലിംഗ് ലിസ്റ്റ് ഇൻ ദ ലിസ്റ്റ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ടൗൺ എന്ന് പറയുന്നത് നമ്മൾ ബ്ലോക്ക് ലെറ്ററിൽ എഴുതിയിരിക്കണം. പിന്നെ ആ അക്കോർഡിംഗ് ടു ദ അപ്രൂവ്ഡ് ആ പോസ്റ്റ് ടൗണിൻ്റെ പേരെന്ന് പറയുന്നത് നമ്മുടെ ലിസ്റ്റ് ഓഫ് പോസ്റ്റ് ഓഫീസ് ഉണ്ടല്ലോ, അതിനകത്ത് ആ ലിസ്റ്റിലെ ഉള്ള സ്പെല്ലിങ്ങിൻ്റെ സെയിം ആയിരിക്കണം. ആ പോസ്റ്റ് ടൗൺ ബ്ലോക്ക് ലെറ്ററും ആയിരിക്കണം. ഇറ്റ് ഷുഡ് ആൾസോ ബി അണ്ടർലൈൻഡ്. അതായത് പോസ്റ്റ് ടൗൺ അണ്ടർലൈൻ ചെയ്തിരിക്കണം. ദ പിൻ കോഡ് ഓഫ് ദ പോസ്റ്റ് ടൗൺ ഷുഡ് ബി നോട്ടഡ് ബിലോ. അതായത് ആ പോസ്റ്റ് ടൗണിൻ്റെ പിൻ കോഡ് താഴെ എഴുതിയിരിക്കണം. ഇതൊക്കെ ആരും ചെയ്യത്തില്ല, എന്നാലും തിയറിയിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അടുത്ത പറയുന്നത് ഇഫ് ദ ആർട്ടിക്കിൾസ് അഡ്രസ് ടു ഫോറിൻ കൺട്രീസ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഈ പറയാൻ പോകുന്നത്. ഫോറിൻ കൺട്രിയിലോട്ട് അഡ്രസ്സ് ചെയ്യപ്പെട്ട ആർട്ടിക്കിൾ ആണെങ്കിൽ അതിനകത്ത് അഡ്രസ്സ് എഴുതപ്പെടേണ്ടത് റോമൻ ലെറ്റേഴ്സിലും അറബിക് ഫിഗേഴ്സിലുമാണ്. റോമൻ ലെറ്ററിലും അറബിക് ഫിഗേഴ്സിലും വേണം ഫോറിൻ കൺട്രീസിലോട്ട് അയക്കുന്ന കത്തുകൾ എഴുതാൻ വേണ്ടിയിട്ട്. അല്ലാതെ മലയാളത്തിൽ അങ്ങോട്ട് എഴുതി വിടുകയാണോ ചെയ്യുന്നത്? അല്ല, റോമൻ ലെറ്റേഴ്സും അറബിക് ഫിഗേഴ്സും. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ഈ റോമൻ ലെറ്റേഴ്സ് അറബിക് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അത് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു നോട്ട് ദ സെൻഡ്. അതായത് ഇനി ഫ്രം അഡ്രസ് അവിടെ എഴുതും. അറ്റ് ദ ലോവർ ലെഫ്റ്റ് ഹാൻഡ് കോർണർ ഓൺ ദ അഡ്രസ് സൈഡ് ഓർ ഓൺ ദ റിവേഴ്സ് ഓഫ് ദ ആർട്ടിക്കിൾ. അതായത് ഒന്നുകിൽ പുറവശമോ അല്ലെങ്കിൽ ലോവർ ലെഫ്റ്റ് ഹാൻഡ് കോർണർ ഓൺ ദ അഡ്രസ് സൈഡോ ആയിട്ട് ഫ്രം അഡ്രസ് എഴുതുക. അപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്ക് മെത്തേഡ് ഓഫ് അഡ്രസ് അങ്ങ് തീർന്നു. ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അത് മാത്രമേ ഓർത്തിരിക്കേണ്ടേ ഉള്ളൂ. പിന്നെ അത് അത്രേ ഉള്ളൂ. പിന്നെ ഒരു പോയിന്റ് പറയുന്നത് വെച്ചാൽ ബുക്ക് പോസ്റ്റ്, ബ്ലൈൻഡ് ലിറ്ററേച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്ക് അത് എഴുതിയിരിക്കണം. ഇങ്ങനെ അഡ്രസ്സും ഫ്രം അഡ്രസ്സ് ടു അഡ്രസ്സൊക്കെ എഴുതിയ, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ മണ്ടയ്ക്ക് ഈ ബുക്ക് പോസ്റ്റ്, ബ്ലൈൻഡ് ലിറ്ററേച്ചർ, ഇതൊക്കെ എന്തോന്ന് നമ്മൾ കുറേ പഠിക്കുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ മണ്ടയ്ക്കായിട്ട് ടോപ്പിൽ എഴുതിയിരിക്കണം.
അടുത്ത 27ാമത്തെ ക്ലോസ്, മെയിൽസ് ഫോർ ഡിഫൻസ് സർവീസസ് പേഴ്സണൽ സെർവിങ് ഇൻ ദ ആർമി ആൻഡ് എയർഫോഴ്സ്. ആർമിയിലും എയർഫോഴ്സിലും ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ള കത്തുകൾ എങ്ങനെ അയക്കും, അതായത് അതിൻ്റെ അഡ്രസ് സൈഡ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ദ നമ്പർ, റാങ്ക്, നെയിം ആൻഡ് യൂണിറ്റ് ഷുഡ് ആൾവേസ് ബി ഫർണിഷ്ഡ് ഇൻ ദ അഡ്രസ്. അഡ്രസ്സിനകത്ത് നമ്പർ വേണം, റാങ്ക് വേണം, നെയിം വേണം, യൂണിറ്റ്. ഇതൊക്കെ ഈ ആർമിയുടെ കാര്യങ്ങളാണ് പറയുന്നത്. അവരുടെ നമ്പർ, അവരുടെ റാങ്ക്, പേര്, യൂണിറ്റ് ഒക്കെ അതിനകത്ത് അഡ്രസ്സിനകത്ത് വേണം. വിച്ച് ആർ ടു ബി ഡെലിവേർഡ് ത്രൂ ആർമി പോസ്റ്റ് ഓഫീസ്. ആർമി പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഈ ആർമിക്കും എയർഫോഴ്സിനൊക്കെ പോണത്. അപ്പം ആർമി പോസ്റ്റ് ഓഫീസ് വഴിയാണ് ത്രൂ ആർമി പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നുണ്ട്. ഷുഡ് ബി അഡ്രസ് ടു 56 APO 99 APO. നമുക്കറിയാമല്ലോ 2 APO ആണുള്ളത്. അപ്പോൾ അതായത് ആർമി പോസ്റ്റ് ഓഫീസ് വഴിയാണ് കൊടുക്കുന്നത്. അതായത് 56 APO വഴി അല്ലെങ്കിൽ 99 APO വഴി. അപ്പോൾ അത്രയും അത് തീർന്നു. പിന്നെ അടുത്ത, മെയിൽസ് ഫോർ നേവി പേഴ്സണൽ സെർവിങ് ഇൻ INS ഷിപ്സ്. ഷിപ്പുകളിൽ പോകുന്ന നേവി ആൾക്കാർക്കുള്ള കത്തുകളിൽ ഇങ്ങനെ വരും. ഷുഡ് ബി അഡ്രസ്ഡ് കെയർ ഓഫ് ദ ഫ്ലീറ്റ് മെയിൽ ഓഫീസ്, ബോംബെ. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, ഈ കെയർ ഓഫ് ദ ഫ്ലീറ്റ് മെയിൽ ഓഫീസ്, ബോംബെ. അങ്ങനെ അഡ്രസ്സ് ചെയ്ത് വേണം അത് വിടാൻ. APO എന്ന് കെയർ ഓഫ് APO എന്ന് പറഞ്ഞ് വിടുന്ന പോലെ, കെയർ ഓഫ് ദ ഫ്ലീറ്റ് മെയിൽ ഓഫീസ്, ബോംബെ, വിത്ത് നമ്പർ വേണം, റാങ്ക് വേണം, ആൻഡ് അതർ പർട്ടിക്കുലേഴ്സ് ആൻഡ് നെയിം ഓഫ് ദ ഷിപ്പ്. അപ്പോൾ നമ്പർ വേണം, റാങ്ക് വേണം, അതർ പർട്ടിക്കുലേഴ്സ് വേണം, ആ ഷിപ്പിൻ്റെ പേരും വേണം. ഓക്കെ. പിന്നെ ആർട്ടിക്കിൾസ് ബിയറിംഗ് ഇൻഡെഫിനിറ്റ് അഡ്രസ്സസ്. ഈ ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമല്ലാത്ത അഡ്രസ്സ് വന്നാൽ എന്തോ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഉത്തരം വിൽ നോട്ട് ബി ഡെലിവേർഡ് എന്നാണ്. അതായത് ഈ എന്തോ അത് പറയുന്നത് ഫിക്റ്റീഷ്യസ് നെയിം, വ്യാജ പേരുകൾ, ക്രിസ്ത്യൻ നെയിം വിത്തൗട്ട് എ സർനെയിം, അതായത് സർനെയിം ഇല്ലാതുള്ള ക്രിസ്ത്യൻ നെയിമുകൾ, ഇതൊക്കെ ആ കൂട്ടത്തിൽ പെടുന്നതാണ്. പിന്നെ ഈ ഭൂലോകത്തില്ലാത്ത പോസ്റ്റ് ബോക്സ് നമ്പർ ഒക്കെ വെച്ച് അയക്കുന്നതെല്ലാം ഇൻഡെഫിനിറ്റ് അഡ്രസ്സാണ്. അതെല്ലാം വിൽ നോട്ട് ബി ഡെലിവേർഡ് എന്നാണ് എൻ്റെ ഉത്തരം. അടുത്ത പറയാൻ പോകുന്നത് റീകാൾ ഓഫ് ആർട്ടിക്കിൾ തിരിച്ചു വിളിക്കുക, റീകാൾ ചെയ്യുക, അതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. റീഡെലിവറി ടു ദ സെൻഡർ അല്ലെങ്കിൽ റീകാൾ ഓർ അൾട്രേഷൻ ഓഫ് ഓർ കറക്ഷൻ ഓഫ് അഡ്രസ് ഓഫ് പോസ്റ്റൽ ആർട്ടിക്കിൾസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ ബൈ പോസ്റ്റ്. നമ്മൾ അയച്ച് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ തിരിച്ച് വിളിക്കണമെന്ന് തോന്നുവാണ്, അല്ലെങ്കിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുവാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് സൗകര്യമുണ്ട്. എപ്പം വരെ, അതെപ്പം വരെ എന്നുള്ളതാണ് അടുത്ത ക്ലാസ്. ഏത് സമയം വരെ നമുക്കത് ഒരു അയച്ച ആർട്ടിക്കിൾ സെൻറ്ററിനെ തിരിച്ചു വിളിക്കുകയോ ചേഞ്ച് ചെയ്യുകയോ ചെയ്യാം എന്നുള്ള കാര്യമാണ് അടുത്ത് പറയാൻ പോകുന്നത്. കാരണം ഒരു ആർട്ടിക്കിൾ അയച്ച് അത് അപ്പുറത്ത് ചെന്നത് പൊട്ടിച്ച് വായിക്കുകയും ചെയ്ത്, എന്നിട്ട് അയാൾ മറ്റേ ഇത് ആർട്ടിക്കിൾ തിരിച്ച് ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഒരു നിശ്ചിത സമയം വരെ ഉള്ള ഈ റീകാൾ ചെയ്യാനുള്ള സെൻറ്ററുടെ സൗകര്യം അതെന്തുവാണെന്നാണ് പറയുന്നത് 34ാമത്തെ ക്ലോസിൽ. Subject to the provisions of this clause, the sender of the postal article posted in India may have it withdrawn from the post or have its address altered so long as the article ഏത് കണ്ടീഷനിലാവുന്നവരെ അദ്ദേഹത്തിന് റീകോൾ ചെയ്യുകയോ അഡ്രസ് ചേഞ്ച് ചെയ്യാൻ പറയുകയോ ചെയ്യാം. എ ഹാസ് നോട്ട് ബീൻ ഡെലിവേർഡ് ടു ദ അഡ്രസ്സിക്ക് ഡെലിവേർഡ് ആവാത്തോളം കാലം. ബി ഹാസ് നോട്ട് ബീൻ കോൺഫിസ്കേറ്റഡ് or destroyed by the competent authorities of the country in which the article may be for the time being. അതായത് ഹാസ് നോട്ട് ബീൻ കോൺഫിസ്കേറ്റഡ് എന്ന് പറഞ്ഞാൽ കണ്ടുകെട്ടുക, ഓർ ഡിസ്ട്രോയിഡ് നശിപ്പിച്ച് കളയുക, ബൈ അതായത് ആ രാജ്യത്തുള്ള ഏതെങ്കിലും അതോറിറ്റികൾ തടഞ്ഞു വയ്ക്കുകയോ നശിപ്പിച്ച് കളയുകയോ ചെയ്യാത്തടത്തോളം കാലം. സി ഹാസ് നോട്ട് ബീൻ സീസ്ഡ് ബൈ വിർച്യൂ ഓഫ് എനി ലോ ഓഫ് ദ കൺട്രി ഓഫ് ഡെസ്റ്റിനേഷൻ. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഏതെങ്കിലും നിയമം എതിരായി വന്നതുകൊണ്ട് അത് പിടിച്ചു വയ്ക്കുകയൊക്കെ ചെയ്യാത്തിടത്തോളം കാലം. ഇങ്ങനത്തെ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നിടത്തോളം നമുക്ക് ആർട്ടിക്കിൾ റീകോൾ ചെയ്യാം. അപ്പോൾ റീകോൾ ഫീ എന്ന് പറയുന്നത് 6 രൂപയാണ്. 6 രൂപയ്ക്കാണ് 6 രൂപ നമ്മൾ കൊടുത്താലാണ് റീകോൾ ചെയ്യാൻ പറ്റുക. പിന്നെ അത് കുറച്ച് കാര്യമൂടെ പറയാനുണ്ട് ഈ റീകോൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അതായത് എ കസ്റ്റമർ പോസ്റ്റഡ് 4 ആർട്ടിക്കിൾസ് അറ്റ് ദ സെയിം ടൈം at the same office to the same addressee for delivery in India. What fee will be paid by the customer for recall of the article? 6 രൂപ ആർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞു, 6 രൂപ ഫോർ റീകോൾ എന്ന് പറഞ്ഞു ഒരു ആർട്ടിക്കിളിൻ്റെ. പക്ഷേ ഒരു കസ്റ്റമർ ഒരു 4 ആർട്ടിക്കിൾ ഒരു സമയത്ത് ഒരേ ഓഫീസിലോട്ട്
ഒരേ അഡ്രസ്സിലേക്ക് അയക്കുവാണ്. അയാൾക്ക് ഇപ്പോൾ റീകോൾ ചെയ്യണമെങ്കിൽ ഈ 4 ഇങ്ങനെ 6 ഗുണിക്കേണ്ട കാര്യമില്ല, 6 രൂപ തന്നെയാണ് ഈടാക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഇത് ഈടാക്കുന്നതിനെ കുറച്ച് എന്തൊക്കെയാണ് എൻ്റെ ചടങ്ങ്, റീകോൾ ചെയ്യാൻ ഇച്ചിരി മെനക്കെട്ട് പണിയാണല്ലോ റീകോൾ. അപ്പോൾ എന്താണ് റീകോൾ ചെയ്യാനുള്ള ചടങ്ങെന്നാണ് അടുത്ത പറയുന്നത്. An application for recall or alteration of an address of a postal article under this clause shall be made by the sender. ഒരു ആപ്ലിക്കേഷൻ സെൻഡർ തയ്യാറാക്കണം, or by any person authorized by him. സെൻഡർ അല്ലെങ്കിൽ ആ സെൻഡറിനെ ഓതറൈസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ആള്, ഈ രണ്ടുപേരോ ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കണം. ഇൻ റൈറ്റിംഗ് ഇൻ ദിസ് ബിലോങ് ടു ദ പോസ്റ്റ് മാസ്റ്റർ ഓഫ് ദ ഓഫീസ് ഓഫ് പോസ്റ്റിംഗ്. എവിടെയാണോ ആ ആർട്ടിക്കിൾ പോസ്റ്റ് ചെയ്തത് അവിടുത്തെ പോസ്റ്റ് മാസ്റ്റർക്കാണ് ആ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഷാൽ ബി അക്കമ്പനിഡ് ബൈ ദ പ്രിസ്ക്രൈബ്ഡ് ഫീ ഇൻ ദ ഷേപ്പ് ഓഫ് പോസ്റ്റേജ് സ്റ്റാമ്പ്സ് അഫിക്സ്ഡ് ടു ദ ആപ്ലിക്കേഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആപ്ലിക്കേഷൻ തയ്യാറായി കൊടുക്കുമല്ലോ, എന്നിട്ട് ഈ 6 രൂപയെന്നും പറഞ്ഞു. ഈ 6 രൂപ എന്ന് പറഞ്ഞാൽ ചില്ലറ എടുത്തും കൈ കൊടുക്കുമെന്നോ അല്ല. ആ ഒരു ഫീ എന്ന് പറയുന്നത് പോസ്റ്റേജ് സ്റ്റാമ്പിൻ്റെ രൂപത്തിലാണ് നമ്മൾ മേടിക്കുന്നത്. അത് ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ ഫിക്സ് ചെയ്യപ്പെട്ടിരിക്കണം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇപ്പോൾ ആപ്ലിക്കേഷൻ ആരാണ്, സെൻറ്ററോ അല്ലെങ്കിൽ സെൻറ്റർ നിർത്തുന്നത് അതിലോ സെൻറ്റർ ആ ഓഫീസ് ഓഫ് പോസ്റ്റിങ്ങിൻ്റെ പോസ്റ്റ് മാസ്റ്റർക്കാണ് ഈ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. പിന്നെ റീകാൾ ഫീ കൊടുക്കേണ്ടത് പോസ്റ്റേജ് സ്റ്റാമ്പിൻ്റെ രൂപത്തിലാണ് നമ്മുടെ ഈടാക്കുന്നത്. Okay. If the application is in respect of an insured or registered article, it shall also be accompanied by a copy of the original receipt granted by the post office. അതായത് ഇങ്ങനെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഷുർഡോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് റീകോൾ ചെയ്യേണ്ടതെങ്കിൽ ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ റെസിപ്റ്റ് കൊടുക്കുമല്ലേ ഇതൊക്കെ ബുക്ക് ആവുന്ന സമയത്ത്, അതും കൂടെ അക്കമ്പനി ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ റീകോളിങ്ങിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ഫീ ഫോർ റീകോൾ ഓഫ് ആൻ ഇൻലാൻഡ് ആർട്ടിക്കിൾ? 6. പിന്നെ ഫീസ് ഫോർ റീകാൾ ഓഫ് ആർട്ടിക്കിൾ വിൽ ബി കളക്റ്റഡ് ഇൻ ദ ഫോം ഓഫ് ഡാഷ് പോസ്റ്റേജ് സ്റ്റാമ്പ്. പിന്നെ റീകാൾ ഓഫ് ആർട്ടിക്കിൾസ് ക്യാൻ ബി പെർമിറ്റഡ് ബൈ, റീകാൾ ആരാണ് പെർമിറ്റ് ചെയ്യുന്നത്? അത് പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ സബ് പോസ്റ്റ് മാസ്റ്റർ ഓഫ് ഓഫീസ് ഓഫ് പോസ്റ്റിംഗ് എന്നാണ്. പിന്നെ ഹൂ ക്യാൻ അപ്ലൈ ഫോർ റീകാൾ ഓഫ് ആർട്ടിക്കിൾസ് ഓർ ആൾട്രേഷൻ ഓഫ് അഡ്രസ്സ്? ആർട്ടിക്കിൾ റീകാൾ ചെയ്യാനോ അഡ്രസ്സ് ആൾട്ടർ ചെയ്യാനോ ആർക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? സെൻറ്റർക്കാണ്. ഓക്കെ. അടുത്തത് ഡെലിവറിയാണ്. ഡെലിവറി എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും എങ്ങനെ പോസ്റ്റ് ഓഫീസ് വഴി ഡെലിവർ ആവുന്നു എന്നതിനെക്കുറിച്ചുള്ള. അതിൽ 36ാമത്തെ ക്ലാസ് ഡെലിവറി ഓഫ് രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ്. ഇതൊക്കെ നമ്മൾ എന്നും കാണുന്ന കാര്യങ്ങളാണ്, വെറുതെ ഇത് തിയററ്റിക്കലായിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. No registered articles of any kind will be delivered to the addressee unless and until he or his agent authorized in writing has signed a receipt for it. അതായത് ഒരു രജിസ്റ്റേർഡ് ആർട്ടിക്കിളും ഡെലിവേർഡ് ചെയ്യില്ല അല്ലാത്ത പക്ഷം എന്ത്, അയാളോ അഡ്രസ്സിയോ അല്ലെങ്കിൽ അഡ്രസ്സിയുടെ ഏജൻറ്റോ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ സൈൻ ചെയ്യാത്ത പക്ഷം, അതാണ് അതിനകത്ത് പറയുന്നത്. അടുത്തത് റെഫ്യൂസൽ ഓഫ് രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് പ്രസൻറ്റഡ് ഫോർ ഡെലിവറി. എങ്ങനെയാണ് റെഫ്യൂസ് ചെയ്യപ്പെടുന്നത് രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് നമ്മൾ ഡെലിവറിക്ക് കൊണ്ടുപോകുന്ന രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് റെഫ്യൂസൽ ചെയ്യപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ്? അപ്പം ഇഫ് ദ അഡ്രസ്സി while refusing to take delivery on presentation of the registered articles to him, makes an application in writing to the post office or delivery for the retention of the article, or if the addressee is not found at the address given on the article shall be detained in the post office for a period of not exceeding 7 days. അതായത് ഒരു അഡ്രസ്സി അദ്ദേഹത്തിന് കൊണ്ടു ചെല്ലുമ്പോൾ അദ്ദേഹം ആ ഒരു രജിസ്റ്റേർഡ് മേടിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ തരുന്നു, ഒരു കുറച്ച് നേരത്തേക്കൊന്ന് പോസ്റ്റ് ഓഫീസിൽ വെച്ചേക്കുള്ള അപേക്ഷ തരുന്നു, പിന്നെ അല്ലാത്ത പക്ഷം കൊണ്ടു ചെല്ലുമ്പോൾ അഡ്രസ്സി അവിടെ കാണപ്പെടുന്നില്ല. അങ്ങനെ 3 കേസ് പറഞ്ഞേ. The article shall be detained in the post office for a period not exceeding 7 days. 7 ദിവസത്തിൽ കൂടാത്ത പക്ഷത്തിൽ അത് പോസ്റ്റ് ഓഫീസിൽ കീപ്പ് ചെയ്യും. ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് പ്രസൻറ്റേഷൻ ടു ദ അഡ്രസ്സി ഓർ ഫ്രം ദ ഡേറ്റ് ഇറ്റ് ഈസ് ലാസ്റ്റ് സെൻഡ് ഔട്ട് ഫോർ ഡെലിവറി ആസ് ദ കേസ് മേ ബി. അത് എപ്പോൾ തൊട്ട് 7 ദിവസത്തിൽ കൂടാതെ, അതായത് ഡേറ്റ് ഓഫ് ഇറ്റ്സ് പ്രസൻറ്റേഷൻ ടു ദ അഡ്രസ്സിക്ക് പ്രസൻറ്റ് ചെയ്ത ദിവസം തൊട്ടോ അല്ലെങ്കിൽ അത് ലാസ്റ്റ് ഇഷ്യൂ ചെയ്ത ഡെലിവറിക്ക് കൊണ്ടുപോയ ദിവസം തൊട്ടോ ഏതാണോ ആ കേസ് ഉള്ളത് അവിടെ തൊട്ട് 7 ദിവസത്തിൽ കൂടാതെ പോസ്റ്റ് ഓഫീസിൽ ഡിറ്റൻഷൻ ചെയ്യും. ഇഫ് ദ അഡ്രസ്സി ഫെയിൽസ് ടു ടേക്ക് ഡെലിവറി ഓഫ് ദ ആർട്ടിക്കിൾ ഫ്രം ദ പോസ്റ്റ് ഓഫീസ് വിത്തിൻ ദ സെറ്റ് പീരീഡ് ഓഫ് 7 days, ആ 7 daysനുള്ളിൽ അഡ്രസ്സി വന്ന് പിക്ക് ചെയ്തില്ലെങ്കിൽ ദ ആർട്ടിക്കിൾ വിൽ ബി റിട്ടേൺ ടു ദ ഓഫീസ് ഓഫ്
പോസ്റ്റിംഗ് ഫോർ ഡെലിവറി ടു ദ സെൻറ്റർ. ആ ആർട്ടിക്കിൾ തിരിച്ച് സെൻറ്ററിന് പോകും. ദ റിമാർക്ക് റെഫ്യൂസ്ഡ് വിൽ ബി റെക്കോർഡഡ് ഓൺ ദ ആർട്ടിക്കിൾ ഇഫ് ദ അഡ്രസ്സീ ഫെയിൽസ് ടു ടേക്ക് ഡെലിവറി ആഫ്റ്റർ ദ റിക്വസ്റ്റിംഗ് ഫോർ ഡിറ്റൻഷൻ ആപ്ലിക്കേഷൻ തന്നല്ലോ, തരുമെന്ന് വെച്ചോ അഡ്രസ്സി, എന്നിട്ട് ആ 7 ദിവസത്തിനുള്ളിൽ വന്ന് അദ്ദേഹം കൈപ്പറ്റിയില്ലെങ്കിൽ റെഫ്യൂസ്ഡ് എന്നും പറഞ്ഞ് ആ ആർട്ടിക്കിൾ തിരിച്ചു പോകുമെന്ന് പറയുന്നു. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത 39ാമത്തെ ക്ലാസ് ഡെലിവറി ഓഫ് രജിസ്റ്റർ ആർട്ടിക്കിൾസ് അഡ്രസ്ഡ് ടു എ പർദ നാഷിൻ വുമൺ. ഈ പർദ നാഷിൻ വുമൺ എന്ന് പറയുമ്പോഴത്തേക്കില്ല പർദ ധരിച്ച മുഖം കാണാൻ പറ്റാത്ത സ്ത്രീകൾ. ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഇനിയും വരുന്നുണ്ട്. POK ആയിട്ടില്ല, പോസ്റ്റൽ മാൻ വോളിയം, പോസ്റ്റ്മാൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു വോളിയത്തിനകത്ത് ഇത് വരുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്നുണ്ട് വിശദമായിട്ട്, എന്നാലും ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാണ്. വെൻ ദ അഡ്രസ് ഓഫ് എ രജിസ്റ്റേർഡ് ഓർ ഇൻഷുർഡ് ആർട്ടിക്കിൾസ് എ പർദ നാഷിൻ വുമൺ. ഒരു ലെറ്റർ വന്നത് രജിസ്റ്റേർഡിൻ്റെ ഇൻഷുർഡ് ആർട്ടിക്കിളിൻ്റെ അഡ്രസ് എന്ന് പറയുന്നത് പർദ നാഷിൻ വുമൺ ആണ്. ഹു ഹാസ് നോട്ട് ആൻ ഏജൻറ്റ് അപ്പോയിൻറ്റഡ് ഇൻ റൈറ്റിംഗ് ടു ടേക്ക് ഡെലിവറി ഓഫ് സച്ച് ആർട്ടിക്കിൾ ഓൺ ഹെർ ബിഹാഫ്, ഹെർ സിഗ്നേച്ചർ. അവർക്കൊരു ഏജൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഏജൻറ്റ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഏജൻറ്റിനെ കൊടുത്താൽ അത് കുഴപ്പമില്ല. എന്നാൽ ഏജൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള കേസിൽ അവരുടെ സിഗ്നേച്ചർ മേടിക്കും. അല്ലെങ്കിൽ ഓർ മാർക്ക് ഇഫ് ഷീസ് ഇല്ലിറ്ററേറ്റ്, എഴുത്തും വായന അറിയാത്തവരാണെങ്കിൽ അവരുടെ തം മാർക്ക് മേടിക്കും, അല്ലെങ്കിൽ സിഗ്നേച്ചർ മേടിക്കും. വിൽ ഹാവ് ടു ബി അറ്റസ്റ്റ് ബൈ എ റെസ്പെക്റ്റബിൾ വിറ്റ്നസ്. ആ ഒരു സിഗ്നേച്ചർ ഒരു റെസ്പെക്റ്റബിൾ വിറ്റ്നസ് സൈൻ ചെയ്യണം, അറ്റസ്റ്റ് ചെയ്യണം. ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഓർഡിനറി റിലേറ്റീവ് നോൺ ആസ് സച്ച് ടു ദ പോസ്റ്റ്മാൻ. മിക്കവാറും ഒരു റിലേറ്റീവ് ആയിരിക്കും, അത് ഈ പോസ്റ്റ്മാൻ അറിയാവുന്ന ഒരാളുമായിരിക്കും. ആൻഡ് ദ ആർട്ടിക്കിൾ വിൽ ബി ഡെലിവേർഡ് ടു ദ വിറ്റ്നസ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് മിക്കവാറും നമുക്ക് ഓപ്ഷനായിട്ട് ചോദിക്കും. ഈ പർദ നാഷിൻ വുമൺ ഓക്കെ അവരുടെ സൈനൊക്കെ മേടിച്ച് അറ്റസ്റ്റൊക്കെ ചെയ്തിട്ട് ഈ ആർട്ടിക്കിൾ ആർക്ക് കൊടുക്കും? മറ്റേ വുമണ് കൊടുക്കുമോ, വിറ്റ്നസ്സിന് കൊടുക്കുമോ, പിന്നെ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് കൊടുക്കുമോ, അതോ പോസ്റ്റ് തന്നെ എടുക്കുമോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിറ്റ്നസ്സിന് കൊടുക്കുമെന്നാണ് പറയേണ്ടത്. അല്ലാതെ നമ്മൾ ചാടിക്കയറി ആ പർദ നാഷിൻ വുമണ് കൊടുക്കുമെന്ന് പറയുക തെറ്റാണ്. അപ്പം വെൻ ദ വിറ്റ്നസ് ഈസ് നോട്ട് പേഴ്സണലി നോൺ ടു ദ പോസ്റ്റ്മാൻ. ഇനി ആ അവരുടെ സിഗ്നേച്ചർ മേടിച്ച് അല്ലെങ്കിൽ അവരുടെ മാർക്ക് മേടിച്ച് ഇനി ആ മാർക്കിനെ ഒരു വിറ്റ്നസ് അറ്റസ്റ്റ് ചെയ്ത് ഇനി ആ വിറ്റ്നസ് പറയുന്നത് പോസ്റ്റ്മാൻ അറിയാത്ത ഒരാളെങ്ങനെയാണെങ്കിലോ, കാരണം ഇവിടെ ഐഡൻറ്റിറ്റിയുടെ പ്രശ്നമാണ് വരുന്നത്. ഇവർ തലവഴിയും ഇങ്ങനെ ഇത് ഇട്ടുകൊണ്ട് അവർ ഐഡൻറ്റിറ്റിയുടെ പ്രശ്നമാണ് വരുന്നത്. അപ്പോൾ അവരെ അറ്റസ്റ്റ് ചെയ്ത് വേറെ അവരുടെ സിഗ്നേച്ചർ അറ്റസ്റ്റ് ചെയ്ത് ഇയാളെ അറിയത്തില്ല. അപ്പോൾ അയാളെ റെക്കഗ്നൈസ് ചെയ്യുന്ന വേറൊരാളുടെ അറ്റസ്റ്റ്മെൻറ്റ് വേണം. അതാണ് പറയുന്നത്. വെൻ ദ വിറ്റ്നസ് ഈസ് നോട്ട് പേഴ്സണലി നോൺ ടു ദ പോസ്റ്റ്മാൻ ഹി ഓർ ഷീ മസ്റ്റ് ബിഫോർ ടേക്കിംഗ് ഡെലിവറി ഓഫ് ദ ആർട്ടിക്കിൾ ബി ഐഡൻറ്റിഫൈഡ് ആൻഡ് ദ പേഴ്സൺ ഹു ഐഡൻറ്റിഫൈസ് ഹിം വിൽ ബി റിക്വയർഡ് ടു സൈൻ ദ റെസിപ്റ്റ് ആൻഡ് അക്നോളജ്ഡ് ആസ് എ വിറ്റ്നസ് ടു ദ ഡെലിവറി ഓഫ് ദ ആർട്ടിക്കിൾ. ഇത്രയുള്ള അതിനകത്ത് പറയുന്നത്. അതായത് പർദ നാഷിൻ വുമണ് സിഗ്നേച്ചറോ മാർക്കോ മേടിക്കുന്നു, അതിനെ ഒരാൾ പോസ്റ്റ്മാൻ അറിയുന്ന ഒരാൾ അറ്റസ്റ്റ് ചെയ്യണം. ഇനി പോസ്റ്റ്മാൻ അറിയാത്ത ഒരാളാണെങ്കിൽ ആ അറിയാത്ത അവരുടെ സിഗ്നേച്ചർ അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് ഒരാൾ ഒപ്പിട്ടല്ലോ, ആ വിറ്റ്നസ്സിനെ അറിയാമെന്ന് പറഞ്ഞ് വേറൊരു പോസ്റ്റ്മാൻ അറിയുന്ന ഒരാൾ അറ്റസ്റ്റ് ചെയ്യണം. ഇതിനകത്ത് ഈ കുഴഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ആ ഡെലിവറി നടക്കുന്ന ആർക്കാണ് അതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം. ആ വിറ്റ്നസ്സിനാണ് ഡെലിവറി കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കിച്ചേക്കാം. പിന്നെ അടുത്തത് 40ാമത്തെ ക്ലോസ് ഡെലിവറി ഓഫ് ഡാമേജ്ഡ് രജിസ്റ്റേർഡ് ആർട്ടിക്കിൾ ഓഫ് ദ ലെറ്റർ ആൻഡ് പാഴ്സൽ മെയിൽ. ഈ ലെറ്ററും പാഴ്സലൊക്കെ കീറി പറഞ്ഞു വന്നാൽ നമ്മളെങ്ങനെ ഡെലിവറി ചെയ്യും? വെൻ എ ഡെലിവറി രജിസ്റ്റേർഡ് ആർട്ടിക്കിൾ ഓഫ് ദ ലെറ്റർ മെയിൽ ഓർ പാഴ്സൽ ഈസ് റിസീവ്ഡ് ഇൻ ദ ഓഫീസ് ഓഫ് ഡെലിവറി ഇൻ എ ഡാമേജ്ഡ് കണ്ടീഷൻ. അതായത് പൊട്ടിപ്പൊളിഞ്ഞ കണ്ടീഷനകത്ത് ഓഫീസ് ഓഫ് ഡെലിവറി നടക്കേണ്ട ഓഫീസിലെത്തി പാഴ്സലോ രജിസ്റ്റേർഡ് ആർട്ടിക്കിളോ. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എ നോട്ടീസ് വിൽ ബി സെൻഡ് ബൈ ദ പോസ്റ്റ് മാസ്റ്റർ ഓഫ് ദാറ്റ് ഓഫീസ് ടു ദ അഡ്രസ്സീ റിക്വസ്റ്റിംഗ് ഹിം ടു അറ്റൻഡ് ദ പോസ്റ്റ് ഓഫീസ് വിത്തിൻ 7 days. ആ ഒരു ഓഫീസിലെ ഡെലിവറി ഈ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ നോട്ടീസ് അയക്കും അങ്ങേർക്ക്, ആർക്ക്, അഡ്രസ്സിക്ക് അദ്ദേഹത്തിനെ റിക്വസ്റ്റ് ചെയ്യുന്നത് ആയിട്ടുള്ള, അതായത് വന്ന് പോസ്റ്റ് ഓഫീസിൽ ഒരു 7 ദിവസത്തിനുള്ളിൽ വന്ന് കളക്ട് ചെയ്യൂ. ആ 7 ദിവസം എന്നുള്ളത് ഇൻലാൻഡ് ആർട്ടിക്കിളിൻ്റെ കേസിലാണ് 7 ദിവസം. ഫോറിൻ ആർട്ടിക്കിളാണ് പൊട്ടി പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ 15 ദിവസമാണ് എൻ്റെ ഒരു കാലം നമ്മൾ കൊടുക്കുന്നത്, സമയം കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇൻലാൻഡ് ആർട്ടിക്കിൾ പറയുന്ന സാവകാശം 7 ദിവസവും ഫോറിൻ ആർട്ടിക്കിൾ എന്ന് പറയുന്ന സാവകാശം 50 days-ഉമാണ്. ഏതിന്? ഈ ആർട്ടിക്കിൾ പൊട്ടിപ്പൊളിഞ്ഞ് വരുമ്പോൾ
പിന്നെ 15 days ഡെലിവറി പേഴ്സണലി ത്രൂ ഏജൻറ്റ്. അപ്പോൾ അത് അങ്ങനെ അവിടെ വെച്ചിരിക്കും. അത് അയാൾ വന്നോ അല്ലെങ്കിൽ ഏജൻറ്റ് വന്നോ കൈപ്പറ്റാം. ദിസ് നോട്ടീസ് ഹാവ് ടു ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ പോസ്റ്റ് ഓഫീസ് ബിഫോർ ഡെലിവറി ഈസ് എഫക്റ്റഡ്. അതായത് ഈ നോട്ടീസ്, അപ്പോൾ ഈ നോട്ടീസ് അയച്ചെന്ന് പറഞ്ഞല്ലോ, പോസ്റ്റ് മാസ്റ്റർ നോട്ടീസ് അയക്കുമല്ലോ, അത് അവിടെ ഒരു സാധനം ഒന്ന് പൊട്ടി പൊളിഞ്ഞിരിപ്പോൾ നിങ്ങളൊന്ന് കൈപ്പറ്റോ എന്ന് പറഞ്ഞ് പറയുന്ന ആ ഒരു നോട്ടീസ് ഇത് ഡെലിവറി മേടിക്കാൻ വരുമ്പം അവിടെ പ്രസൻറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അടുത്തത് ഡെലിവറി ഓഫ് പാഴ്സൽസ് ആൻഡ് പീരീഡ് ഓഫ് ദെയർ ഡിറ്റൻഷൻ അറ്റ് ദ ഓഫീസ് ഓഫ് ഡെലിവറി. 41ാമത്തെ ക്ലോസ്. അതായത് പാഴ്സലുകൾ എങ്ങനെ ഡെലിവറി ചെയ്യും, അതിൻ്റെ എത്ര കാലത്തോളം ആ പാഴ്സലുകൾ ഇങ്ങനെ പിടിച്ചു വയ്ക്കാം. ഡിറ്റൻഷൻ എന്ന വാക്കാണ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എത്ര നാളിങ്ങനെ വെച്ചിരിക്കും, നമ്മൾ ഒരു കാത്തു വയ്ക്കുന്ന രീതിയിലുള്ള വാക്ക് ഡിറ്റൻഷൻ എന്നാണ്. അതിനകത്ത് പറയുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എ പാഴ്സൽ വിച്ച് ഡസ് നോട്ട് എക്സീഡ് 10 kilogram ഇൻ വെയിറ്റ്, 10 കിലോ കൂടുതലല്ലാത്തതാണെങ്കിൽ, അതായത് 10 കിലോ താഴെയുള്ളതാണെങ്കിൽ, ഇൻ വെയിറ്റ് വിൽ ബി ഇഷ്യൂഡ് ഫോർ ഡെലിവറി ഓൺലി വൺസ്. ഒരു ഒറ്റവട്ടം പോസ്റ്റ്മാൻ വഴി ഡെലിവറി ചെയ്യാൻ കൊണ്ടുപോകും. ആൻഡ് ഇഫ് ഇറ്റ് കനോട്ട് ബി ഡെലിവേർഡ് ത്രൂ എനി കോസ് on first presentation by the postman, it will be brought back to the post office and will not be issued again for delivery. ഓക്കെ, 10 കൂടാത്ത പാഴ്സലാണ്, അത് ഒറ്റവട്ടം. അപ്പോൾ ഒരു കേസ് ബ്രാക്കറ്റ് പറയുന്നത് വാല്യൂ പേബിൾ പാഴ്സൽ ആയിരിക്കരുത്, പോസ്റ്റ് റെസ്റ്റാൻ്റെ ക്കുള്ള പാഴ്സലും ആയിരിക്കരുതെന്ന് പറയുന്നു. ഇതൊക്കെ നമുക്ക് കുറേ പഠിക്കുന്നുണ്ട്, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 10 കിലോ താഴെ ഉള്ള പാഴ്സൽ വന്നാൽ അത് ഒറ്റവട്ടം ഡെലിവറിക്ക് കൊണ്ടുപോകും. പിന്നെ അത് കൊണ്ടുപോയി ഡെലിവറി നടന്നാൽ കുഴപ്പമില്ല, പക്ഷേ ആ ഡെലിവറി നടക്കാതെ വരുന്നു ഏതെങ്കിലും കാരണത്താൽ. അങ്ങനെ നടക്കാതെ വരികയാണെങ്കിൽ ആ പാഴ്സൽ ഇനി തിരിച്ച് പോരും, പിന്നെ അത് ഡെലിവറിക്ക് കൊണ്ടുപോകില്ല. A notice of arrival of the parcel will be issued at the next delivery through the postman to the addressee for taking delivery of the parcel either personally. അതായത് തൊട്ടടുത്ത ദിവസം ഒരു നോട്ടീസ് അഡ്രസ്സിക്ക് കൊടുക്കും, ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ പാഴ്സൽ വന്നിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്യൂ എന്നുള്ളതിന്. ഓക്കെ, ഇനി അടുത്തത് പാഴ്സൽ വെയിങ് എബവ് 10 kilogram ഇൻ വെയിറ്റ് വിൽ ബി ഡെലിവേർഡ് ഓൺലി അറ്റ് ദ പോസ്റ്റ് ഓഫീസ് വിൻഡോ. 10 കിലോ കൂടുതലുള്ള പാഴ്സലാണെങ്കിൽ അത് ഈ മറ്റേ ഒറ്റവട്ടം വീട്ടിൽ കൊടുത്തു വിടുമെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഒറ്റവട്ടം കൊടുത്തു വിടത്തില്ല. അത് നമ്മുടെ പോസ്റ്റ് ഓഫീസ് വിൻഡോയിലൂടെ മാത്രമേ ഡെലിവറി ചെയ്യപ്പെടുകയുള്ളൂ. എ സിമിലർ നോട്ടീസ് വിൽ ബി ഇഷ്യൂഡ് ടു ദ അഡ്രസ്സി ഇൻ സച്ച് എ കേസ് ആൾസോ. അങ്ങനെയുള്ള സമയത്ത് ഈ നേരത്തെ ചെയ്ത സിമിലർ നോട്ടീസ് ആ അഡ്രസ്സിക്ക് അയച്ചു തുടങ്ങി, ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകും. ആ സമയത്ത് അഡ്രസ്സിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് വന്ന് കളക്ട് ചെയ്യണം ഡെലിവറി ഓഫ് ദ പാഴ്സൽ അറ്റ് ദ പോസ്റ്റ് ഓഫീസ് വിത്തിൻ 7 days ഫ്രം ദ ഡേറ്റ് ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് ദ നോട്ടീസ്. 7 ദിവസത്തിനുള്ളിൽ, ആ നോട്ടീസ് കിട്ടി 7 ദിവസത്തിനുള്ളിൽ അവർ വന്ന് ഈ പാഴ്സൽ കളക്ട് ചെയ്യണം. അത് 7 ദിവസം കഴിയാണെങ്കിലോ ദ പാഴ്സൽ വിൽ ഓൺ ദ എക്സ്പയറി ഓഫ് ദാറ്റ് പീരീഡ് ബി ട്രീറ്റഡ് ആസ് അൺക്ലെയിംഡ് ആൻഡ് ഡിസ്പോസ്ഡ് ഓഫ് അക്കോർഡിംഗ് ടു റൂൾസ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. ആ 7 ദിവസം കഴിയുകയാണെങ്കിൽ അത് അൺക്ലെയിംഡ് ആയിട്ട് കണക്കാക്കപ്പെടും. പിന്നെ അത് എങ്ങനെ പിന്നെ ബാക്കി കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണോ, ഡിപ്പാർട്ട്മെൻറ്റ് പോസ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതുപോലെ കൈകാര്യം ചെയ്യുന്നു പറയുന്നു. അടുത്തത് 42ാമത്തെ ക്ലോസ് ഡെലിവറി ഓഫ് ഇൻഷ്യൂർഡ് ആർട്ടിക്കിൾസ്. ഇൻഷ്യൂർഡ് ആർട്ടിക്കിൾസിൻ്റെ കേസിലുള്ള ഡെലിവറിയാണ് പറയുന്നത്. ആൻ ആർട്ടിക്കിൾ ഇൻഷ്യൂർഡ് for any sum not exceeding ₹500 will be delivered in the ordinary manner. 500 കൂടാത്ത തുകയ്ക്ക് ഇൻഷുർ ചെയ്യപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളുകൾ സാധാരണ രീതിയിലാണ് ഡെലിവേർഡ് ആകും. ആൻ ആർട്ടിക്കിൾ ഇൻഷുർഡ് ഫോർ മോർ ദാൻ 500 വിൽ ബി ഡെലിവേർഡ് ഓൺലി അറ്റ് ദ പോസ്റ്റ് ഓഫീസ് വിൻഡോ. 500 രൂപയിൽ കൂടുതൽ ഉള്ള തുകയ്ക്ക് ഇൻഷുർ ചെയ്യപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളുകൾ പോസ്റ്റ് ഓഫീസ് വിൻഡോയിലൂടെ മാത്രമേ നമ്മൾ ഡെലിവറി ചെയ്യൂ. ഇൻറ്റിമേഷൻ ഫോർ അറൈവൽ ബീയിങ് സെൻറ്റ് ബൈ ദ പോസ്റ്റ് ഓഫീസ് ടു ദ അഡ്രസ്സി. അങ്ങനെയുള്ള കേസിൽ, അത് 500 കൂടുന്ന കേസിൽ ഒരു ഇൻറ്റിമേഷൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കൊടുത്തു വിടും അഡ്രസ്സിക്ക് ഇങ്ങനെ ഒരു വന്നിട്ടുള്ളൂ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് വന്ന് റെസീറ്റിലും അക്നോളജിലും സൈൻ ചെയ്ത് മേടിച്ചുകൊണ്ട് പോകാം എന്ന് പറയുന്നു. പിന്നെ പറയുന്നത് ഈ 500 കൂടുമ്പോഴുള്ള കേസിലാണ്. വെൻ ആൻ ഇൻഷ്യൂർഡ് ആർട്ടിക്കിൾ ഇഷ്യൂഡ് ഫോർ ഡെലിവറി ഈസ് നോട്ട് അക്സെപ്റ്റഡ് ബൈ ദ അഡ്രസ്സി ഇറ്റ് വിൽ നോട്ട് ബി ഇത് 500 കൂടുന്നല്ല, 500 കൂടുന്ന നമ്മൾ പോസ്റ്റ് ഓഫീസിൻ്റെ വിൻഡോ വഴിയേ കൊടുക്കത്തുള്ളൂ. 500 താഴെ ഉള്ള തുകയ്ക്ക് ഇൻഷുർ ചെയ്യപ്പെട്ടുള്ള ആർട്ടിക്കിൾ നമ്മൾ വീട്ടിൽ കൊടുത്തു വിടുമല്ലോ. അങ്ങനെ കൊടുത്തു വിടുന്ന ആർട്ടിക്കിൾ ഒറ്റ തവണയെ കൊടുത്തു വിടത്തുള്ളൂ. അങ്ങനെ കൊടുത്തു വിടുന്ന സമയത്ത് അഡ്രസ്സി
പറ്റിയില്ല ഉള്ളപ്പം അതിന് തിരിച്ചു കൊണ്ടുവരും. അത് പിന്നെ രണ്ടാമത്തെ തവണ ഇഷ്യൂ ചെയ്ത് കൊടുക്കില്ല. ആ ഇൻറ്റിമേഷൻ അങ്ങനെ അഡ്രസ്സിക്ക് സെർവ് ചെയ്യത്തേ ഉള്ളൂ. ആ ഒരു ഇൻറ്റിമേഷൻ പ്രസൻറ്റ് ചെയ്ത് ആ ഇൻറ്റിമേഷൻ കിട്ടിയിട്ട് അങ്ങേരെ അഡ്രസ്സിലോ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റോ വന്ന് കളക്ട് ചെയ്യാം. has been delivered if the addressee of an insured article after an intimation of its arrival has been delivered omits to take delivery of the article within the time specified. അങ്ങനെ ഒരു നോട്ടീസ് നമ്മൾ അയച്ചു. ആ നോട്ടീസ് അയച്ചിട്ടും അങ്ങനെ ആ ഒരു അഡ്രസ്സി ആ ഒരു ആർട്ടിക്കിൾ വന്ന് മേടിച്ചില്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സമയത്തിനുള്ളിൽ ഒന്ന് മേടിച്ചില്ലെങ്കിൽ ആ ഒരു ആർട്ടിക്കിൾ വിൽ ബി റിട്ടേൺഡ് ടു ദ സെൻഡർ ആസ് റെഫ്യൂസ്ഡ്. ആ ആർട്ടിക്കിൾ തിരിച്ച് സെൻഡറിന് റെഫ്യൂസ്ഡ് എന്ന് പറഞ്ഞ് പോവും. ഇത്ര പറഞ്ഞോളൂ. അടുത്ത 43ാമത്തെ ഡെലിവറി ഓഫ് വി പി ആർട്ടിക്കിൾ. വാല്യൂ പേയബിൾ ആർട്ടിക്കിൾസിൻ്റെ കേസിലുള്ള ഡെലിവറി. ഇഫ് ദ എമൗണ്ട് ടു ബി കളക്റ്റഡ് റിക്കോർഡ് ഓൺ എ വാല്യൂ പേയബിൾ ആർട്ടിക്കിൾ എക്സീഡ്സ് ₹500 ആൻഡ് ഇൻറ്റിമേഷൻ ഓഫീസ്, അതായത് 500 രൂപയിൽ കൂടുന്നു. അതായത് ആ വി പി ആർട്ടിക്കിളിന് വേണ്ടി കളക്ട് ചെയ്യേണ്ട എമൗണ്ട് 500 കൂടുതലാണെങ്കിൽ അത് കൊടുത്തുവിടില്ല. പോസ്റ്റ് ഓഫീസിൻ്റെ കൊടുത്തുവിടില്ല. അത് പോസ്റ്റ് ഓഫീസിൽ വെച്ച് തന്നെയാണ് ഡെലിവറി. ആൻഡ് ഇൻറ്റിമേഷൻ ഓഫ് ഇറ്റ്സ് അറൈവൽ വിൽ ബി സെൻഡ് ബൈ ദ ഓഫീസ് ഓഫ് ഡെസ്റ്റിനേഷൻ ടു ദ അഡ്രസ്സി. അഡ്രസ്സിക്ക് ഇൻറ്റിമേഷൻ സച്ച് ആർട്ടിക്കിൾ വിൽ ബി ഡെലിവർഡ് അറ്റ് ദ പോസ്റ്റ് ഓഫീസ് ഓൺ പേയ്മെൻറ്റ് ഓഫ് ദ എമൗണ്ട് എൻറ്റേർഡ് ഇൻ ദ ഫോം. ഇനി if the amount to be recovered on a value payable article does not exceed ₹100 500 താഴെയാണെങ്കിൽ the article will be delivered to the addressee or his agent authorized in writing by the postman at the addressee residence on the payment of the amount recoverable. അതായത് 500 രൂപയിൽ താഴെയാണ് വി പിയിൽ നിന്ന് കളക്ട് ചെയ്യേണ്ട എമൗണ്ടെങ്കിൽ അത് പോസ്റ്റ് വഴി അഡ്രസ്സിൽ ഡെലിവറി ചെയ്യുമെന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് ഡെലിവറിക്കകത്ത് കുറച്ച് വെയിറ്റ് ലിമിറ്റുകൾ പഠിച്ച്. പാഴ്സലിൻ്റെ കേസിൽ നമ്മൾ 10 കിലോയുടെ ലിമിറ്റ് വരുന്നുണ്ട്. പിന്നെ ഇൻഷുർഡിനും പിന്നെ വി പിക്കും ഒക്കെ 500 രൂപയുടെ ഒരു ലിമിറ്റ് വരുന്നുണ്ട്. ലാസ്റ്റ് ഒരു കേസ് പറയാനുള്ളത് ഡെലിവറി ഓഫ് ആർട്ടിക്കിൾസ് ഓൺ വിച്ച് കസ്റ്റംസ് ഡ്യൂട്ടി ഈസ് ഡ്യൂ. അതായത് കസ്റ്റംസ് ഡ്യൂട്ടി മേടിക്കുമല്ലോ ചില ആർട്ടിക്കിൾ നമ്മൾ കൊടുത്തിട്ട്. ആർട്ടിക്കിൾസ് ഓൺ വിച്ച് കസ്റ്റംസ് ഡ്യൂട്ടി ടു ബി റിക്കവേർഡ് ഈസ് ഇൻ എക്സസ് ഓഫ് 500 ആർ ഓർഡിനറി ഡെലിവേർഡ് അറ്റ് ദ പോസ്റ്റ് ഓഫീസ് വിൻഡോ. അതായത് ഈ കസ്റ്റംസ് ഡ്യൂട്ടി അടിച്ച സാധനങ്ങൾ അത് 500 രൂപയിൽ കൂടുതലാണെങ്കിൽ ആ കസ്റ്റംസ് ഡ്യൂട്ടി റിക്കവർ ചെയ്യുന്നത് 500 രൂപയിൽ കൂടുതലാണെങ്കിൽ അത് ഓർഡിനറിലി പോസ്റ്റ് ഓഫീസ് വിൻഡോ വഴിയാണ് ഡെലിവറി ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ 500ൻ്റെ കേസ് ലിമിറ്റ് പലതിലും വരുന്നുണ്ട്. വി പിയിൽ വരുന്നുണ്ട്, ഇൻഷുർഡ് വരുന്നുണ്ട്, ഈ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ കേസിലും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കാം. ഈ ഭാഗത്തു നിന്നുള്ള ഇന്ന് പഠിപ്പിച്ച ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോവാണ്. ക്ലാസ് ഓഫ് PO Gate Part 1 ഗവേണിംഗ് പർട്ടിക്കുലേഴ്സ് ടു ബി ഫർണിഷ്ഡ് ഫോർ മെത്തേഡ് ഓഫ് അഡ്രസ്സിങ്. ഞാൻ പറയാം ക്ലാസ് ചിലപ്പം ചോദിക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പം PO Gate Part 1 മെത്തേഡ് ഓഫ് അഡ്രസ്സിൽ എന്തൊക്കെ പർട്ടിക്കുലേഴ്സാണ് നമ്മൾ പർട്ടിക്കുലേഴ്സ് ടു ബി ഫർണിഷ്ഡ് ഫോർ മെത്തേഡ് ഓഫ് അഡ്രസ്സിങ്, അതിൻ്റെ ക്ലാസ് ഏതാണ്? അപ്പോൾ ക്ലാസ് 26 എന്നാണ് ഉത്തരം. പിന്നെ പറയുന്നത് if the address bears a post box number and there is no post box in the name of the addressee or payee, or the addressee has ceased to be a renter of the post box, the article will be dash. അതായത് ഒരു പോസ്റ്റ് ബോക്സ് നമ്പർ വെച്ചിട്ടൊരു ഒരു പോസ്റ്റ് ബോക്സ് ഒക്കെ എന്തുവാന്ന് ഇനി അടുത്ത ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കത്തുള്ളൂ. എന്നാലും നമുക്കറിയാലോ എന്താ പോസ്റ്റ് ബോക്സ് എന്ന്. അപ്പോൾ പോസ്റ്റ് ബോക്സ് നമ്പർ വെച്ചിട്ടൊരു ആർട്ടിക്കിൾ വന്നു. അപ്പോൾ അതിനകത്ത് നമ്പർ എന്ന് പറയുന്നത് അങ്ങനെ ആ നമ്പറിൽ ഒരാളില്ല, ഒരു അഡ്രസ്സ് ഇല്ല. അങ്ങനെയുള്ള കേസിലോ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് ബോക്സ് നമ്പർ പണ്ടുണ്ടായിരുന്നു, ഇപ്പം അത് കൂട്ടി, അതിൻ്റെ റെൻഡർ ഇപ്പം നിർത്തിയ പരിപാടി. അങ്ങനെയുള്ള കേസിൽ എന്തോ ചെയ്യും ആർട്ടിക്കിൾ? ഉത്തരം റിട്ടേൺ ടു ദ സെൻഡർ അല്ലെങ്കിൽ റെമിറ്റർ. റിട്ടേൺ ടു ദ സെൻഡർ എന്നാണ് ഉത്തരം. To whom the registered or an insured article addressed to a Pardhanashin woman who has not an agent appointed and whose signature is attested by a respected witness will be delivered. ആർക്കായിരിക്കും രജിസ്റ്റേർഡ് ഇൻഷുർഡും അഡ്രസ്ഡ് ഒരു പർദാനാശിൻ മോൻ്റെ പേർക്ക് വന്ന ആ പർദാനാശിൻ്റെ ഒരു ഏജൻ്റ് ഇല്ലാത്തൊരു പർദാനാശിന് വന്ന ഒരു രജിസ്റ്റേർഡ് ആർക്ക് കൊടുക്കും? ആ രജിസ്റ്റേർഡ് ആർക്ക് ഡെലിവറി ചെയ്യും? To the addressee of a registered or insured article, to the witness who has attested her signature, to any of the above. അപ്പോൾ ഉത്തരം എന്ന് പറഞ്ഞാൽ to the witness who has attested her signature എന്നാണ്. പിന്നെ അടുത്ത പറയുന്നത് when the witness to the delivery of a registered article addressed to a Pardhanashin is not
personally known to a postman, he or she must be identified and the person who identifies him will be required to sign. അതായത് രണ്ടാമതൊരു കേസ് പറഞ്ഞായിരുന്നല്ലോ, പർദാനാഷിൻ വുമൻ്റെ, അതായത് ഏജൻ്റ് ഇല്ലാത്ത പർദാനാഷിൻ വുമൻ്റെ സിഗ്നേച്ചർ മേടിക്കുക. ആ സിഗ്നേച്ചറിനെ പോസ്റ്റ്മാൻ അറിയാവുന്ന ഒരാൾ അറ്റസ്റ്റ് ചെയ്യും. ഇനി പോസ്റ്റ്മാൻ അറിയാത്ത ഒരാളാണ് അതിൻ്റെ സിഗ്നേച്ചർ അറ്റസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ അറിയാത്ത ആളെ അറിഞ്ഞുകൊണ്ടൊരു വേറൊരുത്തൻ അറ്റസ്റ്റ് ചെയ്ത് ഒപ്പിടണമല്ലോ. അയാൾ എന്തൊക്കെ സൈൻ ചെയ്യണം? അത് ഇതിൻ്റെ ഓപ്ഷൻസ്: ദ റെസീപ്റ്റ് ആസ് എ വിറ്റ്നസ് ടു ദ ഡെലിവറി ഓഫ് ദ ആർട്ടിക്കിൾ, 2 ദ അക്നോളജ്മെൻറ്റ് ആസ് എ വിറ്റ്നസ് ടു ദ ഡെലിവറി ഓഫ് ദ ആർട്ടിക്കിൾ, സി ബോത്ത് എ ആൻഡ് ബി, ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ഇത്രയും വരുമ്പോഴത്തേക്ക് നമുക്ക് കാര്യം അറിയാം, പക്ഷേ ഇവിടെ ചെറിയ കൺഫ്യൂഷൻ വരും. എന്തു ചെയ്യും? നമ്മൾ ആദ്യം കയറി മറ്റേ അർപ്പിക്കും, ഇതാ റെസീപ്റ്റ് ആസ് എ വിറ്റ്നസ് ടു ദ ഡെലിവറി ഓഫ് ദ ആർട്ടിക്കിൾ. പക്ഷേ ബുദ്ധി പ്രയോഗിച്ചാൽ അക്നോളജ്മെൻറ്റും അദ്ദേഹം സൈൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ബോത്ത് എ ആൻഡ് ബി എന്നാണ് ഉത്തരം. ദ റെസീപ്റ്റ് ആസ് എ വിറ്റ്നസ് ടു ദ ഡെലിവറി ഓഫ് ദ ആർട്ടിക്കിൾ, ആ ആർട്ടിക്കിൾ ഡെലിവറിക്ക് ഒരു വിറ്റ്നസ്സായിട്ട് ആ റെസീപ്റ്റിൽ സൈൻ ചെയ്യണം. ദ അക്നോളജ്മെൻറ്റ് ആസ് എ വിറ്റ്നസ് ടു ദ ഡെലിവറി ഓഫ് ദ ആർട്ടിക്കിൾ, ആ അക്നോളജ്മെൻറ്റിലും സൈൻ ചെയ്യണം ആസ് എ വിറ്റ്നസ് ടു ദ ഡെലിവറി ഓഫ് ദ ആർട്ടിക്കിൾ. ഓക്കെ.